ഒരു ആക്ടിങ് സ്റ്റോറിയിൽ ഫിൽറ്റർ യൂസ് ചെയ്തതാണ് മുന്നേ ഉള്ള സ്കിന്നും അത് കഴിഞ്ഞിട്ടുള്ള സ്കിന്നും കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോഴും എനിക്ക് ഫിൽറ്റർ ഇട്ടിട്ട് വെളുപ്പിച്ച് കാണിക്കാമല്ലോ നിങ്ങളെ. മൊത്തത്തിൽ എൻ്റെ പിമ്പിളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ക്ലിയർ സ്കിന്നായിട്ട് കാണിക്കാമല്ലോ എനിക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം മുഖം കഴുകുക എന്നുള്ളതാണ് സ്കിൻ കെയറിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ അറിയാം എൻ്റെ ഭയങ്കരമായ ആക്നീസും കാര്യങ്ങളും ആയിട്ടിരുന്നൊരു മുഖമായിരുന്നു. ഇപ്പോൾ ആക്നീസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 അവിടെ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ എനിക്ക് ഇപ്പോൾ ആ ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അത് PCOD ഉള്ളതുകൊണ്ടാണ് ആ ബ്ലാക്ക് മാർക്ക് വരുന്നത്. നമുക്കത് പയ്യെ മാറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇപ്പോൾ ഉള്ള ഒരു പിമ്പിളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക, ഒരു നൈറ്റ് ടൈം റൊട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നൈറ്റ് ടൈം സ്കിൻ കെയർ ആണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ കാണിക്കുന്ന മുഖം മുന്നത്തെ, അതായത് എൻ്റെ മുന്നേ ഞാനിട്ട ഒരു ആക്നിങ് സ്റ്റോറിയിൽ ഫിൽറ്റർ യൂസ് ചെയ്തതാണ് മുന്നേ ഉള്ള സ്കിന്നും അത് കഴിഞ്ഞിട്ടുള്ള സ്കിന്നും കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോഴും എനിക്ക് ഫിൽറ്റർ ഇട്ടിട്ട് വെളുപ്പിച്ച് കാണിക്കാമല്ലോ നിങ്ങളെ. മൊത്തത്തിൽ എൻ്റെ പിമ്പിളും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് ഭയങ്കര ക്ലിയർ സ്കിന്നായിട്ട് കാണിക്കാമല്ലോ എനിക്ക്. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് PCODയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡ് രീതികളും ഒക്കെ കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ പിമ്പിൾ വരും പോകും അങ്ങനത്തെ ഉള്ളൊരു സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ ഒരിക്കലും എൻ്റെ സ്കിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ട് കുറേ കാലം അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ മാറ്റി കൊണ്ടുവന്ന് ഒന്ന് ക്ലിയറായി വരുമ്പോഴത്തേക്കും അടുത്തത് വരും. അതങ്ങനെയാണ്. കാരണം ഉള്ളിൽ ഈ ഒരു PCODയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഫേസ് ഇങ്ങനെ വരുന്നത്. അത് അതിൻ്റെ ഒരു സിംറ്റംസും കാര്യങ്ങളാണ്. നമ്മൾ പിന്നെ എത്രത്തോളം സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഉള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരിക കേട്ടോ. അപ്പോൾ എനിക്ക് അതൊന്ന് പറയണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ സ്കിന്ന് കാണിച്ചു തരാൻ പറ്റിയ ടൈം ഇതാണല്ലോ. കാരണം മുന്നേ ഞാൻ ഒരു മരുന്ന് ഞാൻ ഇട്ട ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഫിൽറ്റർ ഇട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫിൽറ്റർ ഇട്ടിട്ട് അതിൽ വന്നിരുന്നിട്ട് ആ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം അതൊരു മെഡിക്കേറ്റഡ് ക്രീമാണ്. അതെനിക്കൊരു പ്രൊമോഷനായിട്ട് അവർ തന്നത് ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തൊരു സംഭവമാണ് ഞാൻ അതിൽ പറഞ്ഞത്. പിന്നെ കുറേ ആ ക്രീം യൂസ് ചെയ്തിട്ട് പിന്നെയും അത് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതും, കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെയാണ് എനിക്ക് പിമ്പിൾസ് വരുന്നത്. അപ്പം ഞാനത് യൂസ് ചെയ്യും, ഒന്ന് ക്യൂർ ആക്കും, വീണ്ടും അത് വരുമ്പോൾ വീണ്ടും യൂസ് ചെയ്യും. ഇപ്പം ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ജെനുവിനായിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. കാരണം കുറേ പേര് പിമ്പിളും കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാം. ആരുടെയും ക്ലിയർ സ്കിൻ അല്ല, ആരും അത് ഓർത്തിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെയൊക്കെ സ്കിൻ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്നും ക്ലിയറും ഗ്ലോയിങ് ആയിട്ടിരുന്നാൽ മാത്രമേ ഭയങ്കര നല്ല സ്കിൻ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരാളുടെയും സ്കിൻ പെർഫെക്ഷൻ അല്ല. എല്ലാവരുടെ സ്കിന്നിലും എല്ലാവർക്കും ഇൻപെർഫെക്ഷൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളുടെ സ്കിൻ കണ്ടിട്ട് ഒരു എന്തൊരു ക്ലിയർ ആണ്, നമ്മുടെ സ്കിൻ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഒറ്റ നിമിഷം മതി അതൊക്കെ പോകാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ പ്രോപ്പർ സ്കിൻ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അത് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കാം. നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ഓഫ് സ്കിൻ നമുക്ക് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതെനിക്കൊന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഇതിലും മോശമായിരുന്നു, ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കൂടുതലും ഇപ്പോൾ എനിക്ക് പിമ്പിൾസ് ഒരു 3-4 അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഈ കാണുന്നതൊക്കെ അതിൻ്റെ പാടുകളുണ്ട് കേട്ടോ. പിമ്പിൾ ദേ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ദേ ഇവിടെ ഒരു ചെറിയ ഒരെണ്ണം, അത്രയേ ഉള്ളൂ. പക്ഷെ പിമ്പിൾ മാർക്സ് ദേ കണ്ടില്ലേ, നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് ഇനിയൊന്നും മാറ്റിയെടുക്കേണ്ടത്. വെട്ടക്കുറവാണ് കേട്ടോ, നൈറ്റാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒന്നും മുഖത്ത് ചെയ്തിട്ടില്ല. വൈകിട്ട് ഞാൻ മുഖം കഴുകി പിന്നെ ഇവിടുത്തെ ജോലികളും പണികളൊക്കെ ആയിട്ട് പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മുടി മേളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ മുഖം കഴുകാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മുഖം കഴുകാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫോമിങ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് പിമ്പിൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും ഒന്നിൽ തന്നെ ഇരുന്ന് പോകരുതല്ലോ.
പറഞ്ഞല്ലോ ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് ഏതാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്ര ആക്നീസ് ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഞാനെൻ്റെ +1 +2 ടൈമിലൊക്കെ ഇത് ഹിമാലയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫോമിങ് ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് ഒന്ന് യൂസ് ചെയ്ത് മുഖം കഴുകിയിട്ട് വരാവേ. നമ്മളിത് നന്നായിട്ട് മുഖത്ത് നല്ല രീതിയിൽ പതിപ്പിക്കണം കേട്ടോ. എൻ്റെ ഇരിക്കുന്ന ഫോമിങ് ഫേസ് വാഷ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പതയുവേ. ഓക്കെ, അപ്പം മുഖം നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി അടുത്തത് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് നിറയെ പിമ്പിൾസ് മുഖത്തുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത്. എനിക്കിപ്പോൾ പിമ്പിൾസ് ഞാൻ പറഞ്ഞല്ലോ 1-2 എണ്ണമൊക്കെ അവിടെ ഇവിടെ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ ക്ലാരിഫയിങ് ആൻഡ് റിഫൈനിങ് പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം മുഖത്തെ. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. ഞാൻ ക്യാമറ ഓൺ ആണെന്ന് കരുതിയിട്ട് ഞാൻ ഇത് ഇട്ടു കേട്ടോ. അപ്പോൾ ദേ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നമുക്കിനി ഇത് മുഖത്തിട്ട് കൊടുക്കാവേ. ഇത് അത്യാവശ്യം നല്ല സംഭവം, പക്ഷെ പാക്കിങ് ഒരു രസമില്ല കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കൈ അതിൽ മുക്കിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. പക്ഷേ ഇത് നല്ല എഫക്റ്റാണ്, വിലയും ഭയങ്കര കുറവാണ് കേട്ടോ. ഇത് കണ്ണിൻ്റെ ചുറ്റിൽ പോകാനേ പാടില്ല, നല്ല രീതിയിൽ കണ്ണിൽ ഒരു എരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത് ഒരു കുറച്ച് നേരം ഫാൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഈ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത് പയ്യെ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ വലിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാം എന്നുള്ളതല്ലാതെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. എന്നാലും ഒരു ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് അങ്ങനത്തെ രീതിയിൽ കാണാതെ ഒരു ഫ്രഷ് ലുക്കിനാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ സെൻസിറ്റീവ് ആണെങ്കിൽ ഒട്ടും യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതേ ഫുൾ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മിണ്ടാതിരുന്നത്, ഞാനിത് ഇട്ടുന്നതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. അപ്പം ഞാനിത് ഇട്ടുകൊണ്ടാണ് കേട്ടോ മിണ്ടാതിരുന്നത്. അപ്പോൾ ദേ ഇത് ഫുള്ള് ഞാൻ ഇട്ടു, ഇതിനി കളഞ്ഞു. ഇനി മുഖം ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതങ്ങനെ ഭയങ്കരമായ രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും അങ്ങനെ വരത്തില്ല കേട്ടോ. ഞാൻ നോക്കിയതാണ് വല്ലതും ഉണ്ടോയെന്നും, അങ്ങനെ ഒന്നും വരില്ല, ഒന്ന് ക്ലിയറായി വരും, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തൊന്നിനൊന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിനി അടുത്ത പിമ്പിളിനുള്ള ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ദേ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഫേസ് പാക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതായത് മുഖത്തുള്ള ആ ഒരു പിമ്പിളും മാർക്സും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് ഇടുന്നത്. ഇതാണ് സംഭവം. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിംബ ഹരിദ്രാതി ചൂർണവും ഏലാതി ചൂർണവും ഈ ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ ഈ ഒരു നൈറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്ന പാക്ക്. ഇതാണ് കേട്ടോ. ഡേ ടൈമിൽ വേറെ ഒരെണ്ണം ഇട്ട് കൊടുക്കാറുണ്ട്. ഈ നൈറ്റ് കാണിക്കുന്ന റൊട്ടീൻ അല്ല ഞാൻ ഡെയിലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഇനി ഇതാണ് കേട്ടോ. ഞാൻ ഇത് ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അതിൽ ഞാൻ നിംബ ഹരിദ്രാതി ചൂർണ്ണമാണ് യൂസ് ചെയ്തത്. ഇതും കോട്ടക്കലിൻ്റെ നിംബ ഹരിദ്രാതി ചൂർണ്ണവും കൂടെ ഞാൻ ഏലാതി ചൂർണ്ണവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിമ്പിൾസും പിമ്പിൾ മാർക്കിനും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ചെടുക്കട്ടെ. അപ്പോൾ ദേ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ഇത് മിക്സ് ചെയ്യുന്നത്, ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തേനിലും പിന്നെ കുറച്ച് ആലുവേറ ജെല്ലിലും ആണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സോറി, ആലുവേറ ജെല്ലല്ല, ആലു റോസ് വാട്ടർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡാബറിൻ്റെ കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ, ഡാബറിൻ്റെ ആലുവേറ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി കേട്ടോ. ഇതാണ് ഞാൻ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കൂടെ കുറച്ച് തേനും ചേർക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ കുറച്ച് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കുറച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് തേനും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ തേന് കുറച്ചൊന്നും ഒഴിച്ചാൽ മതി കേട്ടോ. സ്പൂണില്ല, ഞാൻ സ്പൂൺ എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഇതിന് മിക്സ് ചെയ്തിട്ടാണ് മൂത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാവേ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ സെറ്റാണ് കേട്ടോ. ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏലാതി ചൂർണം, നിംബ ഹരിദ്രാതി ചൂർണവും കുറച്ച് നമ്മുടെ റോസ് വാട്ടറോ വെള്ളമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഹണിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഹണി ചേർത്തിരിക്കുന്നത് കുറച്ചൊരു മോയ്സ്ചറൈസേഷൻ കിട്ടാനാണ്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് മൂത്തിട്ട് കൊടുക്കാവേ.
ഞാൻ ഇതെന്തായാലും ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാവേ, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. ഇനി സ്ക്രബ് രീതി അങ്ങനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം ഒഴിക്കുക, കഴുകുക കേട്ടോ, അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വന്നിട്ട് കാണാവേ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഐസ് ക്യൂബാണ്. നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിലോ എല്ലാം ഒന്ന് മാറാനും നമ്മുടെ ഈ ചെറിയ പിമ്പിൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നോർമൽ ഐസ് ക്യൂബാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, നോർമൽ വെള്ളമാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഞാനിത് രാവിലെ ചെയ്യാറില്ല, രാവിലെ ഞാൻ വേറെ ഒരു ഐസ് ക്യൂബ് പാക്ക് ചെയ്യുന്നുണ്ട്, രാവിലെ ഞാനിത് ചെയ്യാറില്ല കേട്ടോ. ഞാൻ രാത്രി മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്ത് കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു പാക്ക് ഇട്ടതിന് ശേഷം. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ പോകണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായ രീതിയിൽ തൊണ്ടവേദന ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഐസോ കാര്യങ്ങളോ ഒന്നും കഴുത്തിൽ കാണിക്കാത്തത്. കുറച്ച് നാളായിട്ട് തൊണ്ടയിലൊരു ഇൻഫെക്ഷൻ, ഇതുവരെ ഒരു മാറ്റമില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഐസ് ക്യൂബ് മൊത്തത്തിലൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. ഫുള്ള് പോവരുത്, ചെറുതായിട്ട് നമ്മുടെ മുഖത്ത് ഈ ഒരു നനവ് ഇരിക്കണം. നനവ് ഇവിടേക്ക് നിങ്ങൾക്ക് കണ്ടറിയാം, നനവ് കുറച്ചിരിപ്പുണ്ട്. അതിൽ ഞാൻ ആലോവേറ ജെല്ലാണ് മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ആലോവേറ ജെല്ല് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ക്രീം എടുത്തിട്ടില്ല. ഞാൻ ഉറങ്ങുന്ന ടൈം ആകുമ്പം ഇവിടെ 1, 2 ഇവിടെ ഒരു 3-4 പിമ്പിൾസ് ഉണ്ടല്ലോ, അവിടെ മാത്രം ഞാൻ പിമ്പിളിനിടുന്ന ഡിറൈവ CMS ജെൽ ഉണ്ടല്ലോ അത് സ്പോട്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിനി ഇങ്ങനെ വിടും. ഇനി രാവിലെ എണീറ്റ് ഫേസ് കഴുകുന്നത് വരെ ഇങ്ങനെ വിടും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു സ്കിൻ കെയർ വീഡിയോ. അപ്പം ഓരോ ഘട്ടം നമ്മുടെ എന്താണോ സ്കിൻ കണ്ടീഷൻ അതനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുക. രാവിലെ ഞാനിപ്പം വളരെ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയർ, അതായത് ഈ ക്ലെൻസിങ് ടോണിങ് അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസോ കാര്യങ്ങളോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ പിമ്പിൾസൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഒരു യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.